ഹായ് ഓൾ, ഞാൻ ഹിന ഫാത്തിമ, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ ജൂനിയർ എംബ്രിയോളജിസ്റ്റാണ്. നമ്മൾ ഇന്നിവിടെ IVF അഥവാ ART പ്രഗ്നൻസി എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ റിപ്രൊഡക്റ്റീവ് മെഡിസിനിലെ കൺസൾട്ടൻ്റായ ഡോക്ടർ സിസ്റ്റ കല്ലുപ്പറമ്പിലാണ് കൂടെയുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് മാം? ഇപ്പം നമ്മളൊരു കപ്പിളിനെ നിരീക്ഷിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഇൻജെക്ഷൻ, അതായത് മരുന്ന് കൊടുത്ത് എഗ്ഗൊക്കെ ആകാനുള്ള രീതിയിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയും വലിയ എഗ്ഗ് ആകുന്ന സമയത്ത് ഒരു ഓവുലേഷൻ്റെയൊക്കെ ചാൻസസ് ഏറ്റവും പീക്ഡ് ആയിരിക്കുന്ന സമയത്ത് അവരോട് നാച്ചുറലി ട്രൈ ചെയ്യാനായിട്ടായിരിക്കും ആ ഒരു സൈക്കിളിൽ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ റിസൾട്ട് കിട്ടിയിട്ടില്ലാത്തവർക്കോ അല്ലെങ്കിൽ നാച്ചുറൽ സൈക്കിളിൽ ഇമ്പോസിബിലിറ്റീസ് ഉള്ള ആൾക്കാരിലോ, അതായത് പ്രധാനമായിട്ടും ആ ഒരു മെയിലിൻ്റെ ബീജ സാമ്പിൾ അത്ര നല്ല ക്വാളിറ്റി അല്ല, നമുക്കത് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു IUI എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റും ഇത്തരത്തിൽ അവൈലബിൾ ആയിരിക്കും. IUI ട്രീറ്റ്മെൻറ്റ്, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ആ ഒരു സെമൻ സാമ്പിൾ എടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് അത് യൂട്രസിനുള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ആവറേജ് ഒരു 7 to 12% ചാൻസ് ഓഫ് സക്സസ് IUIക്ക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റുകളിലൊന്നും തന്നെ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അവർക്ക് വേണ്ടി വരിക ART നിലയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. എന്താണ് ART? ART എന്നുള്ളത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എഗ്ഗിനെ പുറത്തെടുത്ത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ചെറിയ ഏജുള്ള കപ്പിള് നമുക്ക് നല്ല രീതിയിൽ ഗമേറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF ട്രീറ്റ്മെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഗമേറ്റും നമ്മൾ ഓവർനൈറ്റായിട്ട് ഒരു ഡിഷിൽ കൾച്ചർ ചെയ്യുകയും അതിലൊരു നാച്ചുറൽ സെലക്ഷൻ വഴി എത്രത്തോളം നല്ലൊരു എംബ്രിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളൊരു റിസൾട്ടായിരിക്കും നമുക്ക് അതിൽ കിട്ടുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗമേറ്റ് ഇഷ്യൂ കാരണം ഏതെങ്കിലും ഒരു പാർട്ട്നേഴ്സിൽ ഒരാൾക്ക് ഇത്തരത്തിൽ ഗമേറ്റ് നമ്പേഴ്സോ ക്വാളിറ്റിയോ വളരെ ലോ ആയിരിക്കും എന്ന് നമുക്കൊരു ധാരണയുണ്ടെങ്കിലോ, തീർത്തും സിവിയർ ആയിട്ടുള്ള മെയിൽ ഫാക്ടർ, പുരുഷ വന്ധ്യത വളരെ ഒരു സിവിയറിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിലോ ചിലപ്പോൾ അവർക്കൊരു ഡയറക്റ്റ് ICSI ട്രീറ്റ്മെൻറ്റ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അതായത് എഗ്ഗിലോട്ട് ഡയറക്റ്റായിട്ട് സ്പേം ഇഞ്ചെക്റ്റ് ചെയ്ത് അതൊരു ഫെർട്ടിലൈസേഷനിലോട്ട് എത്തിയോ ഭ്രൂണമായി കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കീനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ICSI ട്രീറ്റ്മെൻറ്റ്. കൂടുതൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഡയറക്റ്റായിട്ട് നമുക്കൊരു ICSI ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വന്നേക്കും.